പ്രിയ കൂട്ടുകാരെ, നാം ഇതുവരെ കുറേ അക്ഷരങ്ങളും അവ ചേർന്ന് വരുന്ന കുറേ വാക്കുകളും വാക്യങ്ങളും എഴുതാനും വായിക്കാനും പഠിച്ചു. അങ്ങനെയെങ്കിൽ ഉചിതമായ അക്ഷരങ്ങളും വാക്കുകളും ചേർത്ത് അർത്ഥമുള്ള പദങ്ങളും വാക്യങ്ങളും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. പ ഡാഷ്. ഇവിടെ പ എന്ന അക്ഷരത്തിനോട് ഉചിതമായി ഏത് അക്ഷരം ചേർന്നാലാണ് അർത്ഥമുള്ള വാക്കുണ്ടാകുക? പ എന്ന അക്ഷരത്തിൻ്റെ കൂടെ റ ചേർത്താൽ പറ എന്നാകും. അതുപോലെ ല ചേർന്നാൽ പല, ത ചേർന്നാൽ പത, ന ചേർന്നാൽ പന എന്നീ വാക്കുകൾ നമുക്ക് കിട്ടും. അതിനാൽ ഏത് അക്ഷരമാണോ നമുക്ക് ചേർക്കാൻ ഇഷ്ടം, ആ അക്ഷരം ചേർത്ത് ഈ വാക്കിനെ പൂരിപ്പിക്കാം. അക്ഷരം ചേർക്കുമ്പോൾ കിട്ടുന്ന വാക്ക് അർത്ഥമുള്ളതാണോ എന്ന് മാത്രം നാം ശ്രദ്ധിച്ചാൽ മതി. പ്രിയ കൂട്ടുകാരെ, ഇതുപോലെ മറ്റു കുറച്ച് വാക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. ത ഡാഷ്. ക ഡാഷ്. മ ഡാഷ്. വ ഡാഷ്. പ്രിയ കൂട്ടുകാരെ, ഇനി നമുക്ക് രണ്ട് അക്ഷരങ്ങൾക്ക് നടുവിൽ മറ്റൊരു അക്ഷരം ചേർത്ത് അർത്ഥമുള്ളൊരു വാക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. പ ഡാഷ് വ. ക ഡാഷ് ല. അ ഡാഷ് ല. അ ഡാഷ് ണ. പ ഡാഷ് ക. ഇനി ഒരു വാക്കിനോട് മറ്റൊരു വാക്ക് ചേർത്ത് അർത്ഥമുള്ള ഒരു വാക്യം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഡാഷ് വരണം. ഇവിടെ ആരാണ് വരേണ്ടത്? കനക വരണം, കമല വരണം, അമല വരണം. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഏത് പദം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ആ വാക്യം അർത്ഥമുള്ളതായി തീരണം എന്ന് മാത്രം. ഇതുപോലെ മറ്റു കുറച്ച് വാക്യങ്ങൾ കൂടി തയ്യാറാക്കാം. ഡാഷ് തരണം. വള ഡാഷ്. ഡാഷ് നടണം. ഡാഷ് പടരണം.